അരവിന്ദിന്റെ മക്കളുടെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ നാളത്തെ കഥയിലാണ് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ നടക്കണത്. ഇത്രയും നാളും ജയപാലന് തന്റെ അച്ഛനെ അമ്മയെ എല്ലാവരും പറ്റിച്ചുകൊണ്ടിരിക്കുവായിരുന്നുള്ള കാര്യങ്ങളൊക്കെ കാവേരിയും ഗംഗയൊക്കെ തിരിച്ചറിയുവാണ്. ജയപാലൻ ആരാ എന്താന്നൊക്കെയുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരുവാണ്. അപ്പൊ അതിന്റെ നല്ല നല്ല കഥകളൊക്കെയാണ് നാളെ കാണുന്നത്. അതിനു മുമ്പായിട്ട് കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്ന് നമ്മൾ കണ്ടു, ഒടുവില് അരവിന്ദന്റെ കൂട്ടുകാരൻ നാരായണന് വീട്ടിലേക്ക് വരുന്നുണ്ട്. അരവിന്ദന്റെ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു ദുബായില്. അങ്ങനെ ആ പെട്ടിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു. അത് മാത്രമല്ല, അരവിന്ദന് ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കാസറ്റും കാര്യങ്ങളൊക്കെയാണ് ആയിട്ടാണ് നാരായണൻ വന്നേ. ആ കാസറ്റ് അരവിന്ദന് വേണ്ടിയിട്ട് ആ വീട്ടുകാർക്ക് അത് കൊടുക്കുകയാണ്. കാരണം അരവിന്ദന് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരുന്നു. ആ കാസറ്റ് പലതവണ ചോദിച്ചതാണ്. പക്ഷെ അത് നാരായണൻ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ഭയങ്കര വിഷമമായി പോയി നാരായണന്. അങ്ങനെ ആ കാസറ്റ് കൊണ്ടുവന്ന് കൊടുത്തു. ടേപ്പ് റെക്കോർഡ് കൊണ്ടുവന്ന് ഗംഗ വെച്ച് കഴിഞ്ഞപ്പോൾ ആ കാസറ്റ് അതിനകത്തിട്ട് പ്ലേ ചെയ്യുവാണ്. ആ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും കണ്ണൊക്കെ നിറഞ്ഞു വന്നു ശാരദയുടെ. കാരണം ശാരദയ്ക്ക് അറിയാം അരവിന്ദേണ്ട എങ്ങനത്തെ പാട്ടായിരുന്നു കൂടുതൽ ഇഷ്ടപ്പെട്ടെന്നുള്ള കാര്യം. അതുപോലെ തന്നെ രാധമ്മയ്ക്കും ഗംഗയ്ക്കും യമുനയ്ക്കും എല്ലാവർക്കും അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു ഉണ്ടായിരുന്നേ. ഒടുവില് നാരായണൻ പോകുന്നതിന് മുമ്പ് 3 ലക്ഷം രൂപയൊക്കെ ഏൽപ്പിക്കുന്നുണ്ട്. ഇത്രയും നാളും അരവിന്ദൻ അവിടെ എങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നുള്ള കാര്യങ്ങളും ഒക്കെ തൻ്റെ ഓർമ്മകളും കാര്യങ്ങളൊക്കെ നാരായണൻ പറയുന്നുണ്ട്. ഒടുവിൽ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് കാവേരി പിന്നാലെ ചെല്ലുന്നുണ്ട്. കാവേരി പിന്നാലെ എന്നിട്ട് പറഞ്ഞു, അങ്കളെ 1 മിനിറ്റ്, എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞു. എന്താ മോളേന്ന് ചോദിച്ചു. അതെ, അച്ഛൻ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ കമ്പനിയിൽ? പ്രശ്നമോ? എന്ത് പ്രശ്നം? അല്ല, ജോലി സംബന്ധമായ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നോ? ഇനിയിപ്പം ജോലി ഇല്ലാതിരിക്കുമോ? അങ്ങനെയൊന്നുമില്ല. ഒരു 2-3 മാസത്തോടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരവിന്ദന് അവിടെ പ്രൊമോഷൻ കിട്ടിയാണെന്ന് പറഞ്ഞു. സത്യമാണോ പറയണേ? അതെ. അല്ല, അച്ഛന് ശമ്പളം കിട്ടാതിരിക്കുകയോ മറ്റോ ചെയ്തിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊന്നുമില്ല. കൃത്യസമയത്ത് സാലറി ഒക്കെ ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ അയച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അങ്ങനെ കാവേരി തനിക്ക് അറിയേണ്ട കാര്യങ്ങളൊക്കെ നാരായണനോട് ചോദിച്ചു മനസ്സിലാക്കുന്നുണ്ട്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ കാവേരിക്ക് ഒരു കാര്യം മനസ്സിലായി. എവിടെയോ എന്തോ ഒരു തകരാറുണ്ട്, ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഒന്നെങ്കിൽ ജയപാലനങ്ങൾ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള സത്യം. അയാൾ അങ്ങോട്ട് പോയി. ഈ സമയത്ത് ശാരദയും യമുനെ എല്ലാവരും കൂടെ ചേർന്നിട്ട് ഭാഗമൊക്കെ തുറന്നു നോക്കുവാണ് അരവിന്ദന്റെ. അപ്പം അതിനകത്ത് കുട്ടികളുടെ കുറച്ച് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അരവിന്ദന്റെ ഓർമ്മകൾ അതൊക്കെ ഓരോരുത്തരും ഓരോ ജോഡി ഡ്രസ്സുകളും കാര്യങ്ങളും ഇടയ്ക്ക് അതൊക്കെ എടുത്ത് നോക്കണം. പിന്നെ ഒരു ആൽബോ എല്ലാം ഉണ്ടായിരുന്നു. ആൽബത്തിനകത്ത് പഴയ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ശാരദയുടെയും രാധമ്മയുടെയും ഒക്കെ കണ്ണ് നിറഞ്ഞു പോയി. ശാരദ പറഞ്ഞു, നോക്കമ്മേ, ഇങ്ങ് നോക്കിയേ, അമ്മ അരവിന്ദേട്ടൻ നിൽക്കുന്ന ഫോട്ടോ കണ്ടോന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിള പറഞ്ഞു, ഞാനും അച്ഛനും നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അതൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. കാരണം അരവിന്ദൻ എത്രമാത്രം കുടുംബത്തെ സ്നേഹിച്ചിരുന്ന് അവർക്ക് നന്നായിട്ടറിയാം. ഈ സമയത്ത് വേറൊരു ഭാഗ്യരാത്തുനിന്ന് കാവേരിക്ക് ആ ഡയറി കിട്ടുന്നേ. അച്ഛൻ്റെ ഡയറി ആണോ എന്നോർത്തത് തുറന്നു നോക്കുവാണ്. അങ്ങനെ തുറന്നു നോക്കി കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം കാവേരി ഞെട്ടിപ്പോയി. അതിനകത്ത് കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നു. ഗംഗയെ വിളിച്ചു. ഗംഗേച്ചി ഇങ്ങോട്ട് വന്ന് നോക്കാൻ പറഞ്ഞു. നോക്കി, എല്ലാ മാസവും മാർച്ച് ഏപ്രിൽ എല്ലാ മാസത്തെ കണക്കുകളും കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ജയപാലൻ അങ്കിളുടെ പേരിലേക്ക് അയച്ചു കൊടുത്ത പണത്തിന്റെ കണക്കുകളും കാര്യങ്ങളും, പിന്നെ അതുപോലെ തന്നെ ചിട്ടിയുടെ എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് ശരിയാണല്ലോ. എന്നിട്ട് ജയപാലൻ അങ്കിൾ നമ്മളോട് എന്താ പറഞ്ഞത്? പൈസ അയച്ചു കൊടുക്കുന്നില്ല, അവിടെ എന്തൊക്കെ പ്രശ്നം വന്നല്ലേ. പക്ഷെ അതൊന്നും അല്ലല്ലോ സത്യം എന്ന് പറഞ്ഞു. ഗംഗ പറഞ്ഞു, അത് ശരിയാണല്ലോ കാവേരി, ഇതിനകത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. കാവേരി പറഞ്ഞു, അതെന്താണെങ്കിലും അന്വേഷിച്ച് കണ്ടെത്തുക തന്നെ, ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. എനിക്ക് അപ്പോഴും സംശയം ഉണ്ടായിരുന്നു ജയപാലൻ അങ്കിളിനെ, അങ്കിൾ എന്തെങ്കിലും കള്ളത്തരം കാണിക്കുന്നുണ്ടോ എന്ന്. ഇപ്പൊ ബോധ്യമായി. ഇതേ ഇങ്ങ് നോക്കാനും പറഞ്ഞു. ഗംഗ മേടിച്ച ബുക്ക് നോക്കുന്നുണ്ട്. തോട്ടെന്നും പറഞ്ഞ് സ്പെഷ്യലായിട്ട് കണക്ക് എഴുതി വെച്ചേക്കുന്നുണ്ടോ. അപ്പൊ തോട്ടത്തിന് വേണ്ടിയിട്ട് അച്ഛൻ 5 ഏക്കർ മേടിക്കാനായിട്ട് അഡ്വാൻസ് കൊടുത്തെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന്റെ പണത്തിന്റെ കണക്ക് വരുത്തിയാലുണ്ടല്ലോ എന്ന് പറഞ്ഞു. എന്നിട്ട് ജയപാലനങ്ങൾ നമ്മളോട് എന്താ പറഞ്ഞേ? പണം കൊടുത്തില്ലെന്നല്ലേ പറഞ്ഞേ? അതേ കാവേരി എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ എന്തോ കള്ളത്തരം കാണിക്കുന്നുണ്ട്. ഇത്രയും കാലം അച്ഛന്റെ കൂടെ അച്ഛന്റെ സന്തത സാഹചര്യമായിട്ട് നടന്നിട്ട് അച്ഛനെ ചതിക്കുമായിരുന്നു തോന്നേ. അച്ഛൻ അയാളെ വിശ്വസിച്ചു. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, ചോദിച്ചിട്ട് തന്നെ കാര്യം. ഗംഗേച്ചി ഇപ്പൊ പോയി ചോദിക്കണം, ഞാനിവിടെ വരാം. വേണ്ട വേണ്ട ഗംഗേച്ചി വരണ്ട, ഇത് ഞാൻ തന്നെ പോയി ഡീൽ ചെയ്യാം. എനിക്ക് അയാളെ ഇപ്പൊ തന്നെ ഒന്ന് കാണണം. ഈ ഡയറി എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാവേരി പിന്നെ ഒരു നിമിഷം പോലും നിന്നില്ല. കാവേരി പെട്ടെന്ന് തന്നെ ജയപാലന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്കെല്ലാം കാവേരിയുടെ മനസ്സിലെ ചിന്ത,
അച്ഛൻ ഇത്രയൊക്കെ മക്കൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ചിട്ട് ഒടുവിൽ ഒന്നുമില്ലാതായി തനിക്കൊക്കെ വീട് വിട്ടിറങ്ങേണ്ടി വന്നല്ലോ. ഇത്രയും പണവും കാര്യങ്ങളൊക്കെ ജയപാലനങ്ങൾ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ടോ കള്ളത്തരം തന്നെ അങ്ങേരി പറഞ്ഞെന്നൊരു ചിന്തയായിരുന്നു. ജയപാലിന്റെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പ്രവീണയാണ് വന്ന് കഥ തുറക്കുന്നത്. പ്രവീണ ചോദിച്ചു, ആ മോളോ? എന്തൊക്കെയുണ്ട് മോളെ വിശേഷം? കയറി വരാൻ പറഞ്ഞു. അല്ല ജയപാലൻ അങ്കിൾ ഇല്ലേന്ന് ചോദിച്ചു. ഉണ്ടാകത്തുണ്ട്, ഒന്ന് വിളിക്കാമെന്ന് ചോദിച്ചു. മോളിങ്ങോട്ട് കയറി വാ, സംസാരിക്കാന്ന് പറഞ്ഞു. വേണ്ട ആൻറ്റി, ഇങ്ങോട്ടേക്ക് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാവേരി അവിടെ നിൽക്കുവാണ്. ഈ സമയത്ത് പ്രവീണ പോയി ജയപാലിനെ വിളിച്ചു. അതേ കാവേരി വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അവളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? എനിക്കറിയില്ല, ജയപാലൻ എന്നെ കാണണമെന്ന് പറഞ്ഞു. ഓ ചിലപ്പോൾ ഇനിയിപ്പോൾ ആ യമുനയുടെ ഫീസ് കൊടുക്കാൻ പൈസ ആയി കാണത്തില്ല, അപ്പോൾ ആ പൈസ ചോദിക്കാൻ വേണ്ടി വന്നായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ജയപാലൻ പുറത്തേക്ക് ഇറങ്ങി വരുന്നേ. ഈ സമയത്ത് കാവേരി അവിടെ അക്ഷമയോട് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ജയപാലൻ വന്നിട്ട് ചോദിച്ചു, എന്താ കാവേരി, എന്തു പറ്റി? പണത്തിന് വേണ്ടി വന്നാണെന്ന് ചോദിച്ചു. പണത്തിന് വേണ്ടി വന്നൊന്നും അല്ലാന്ന് പറഞ്ഞു. പിന്നെയോ? അച്ഛൻ്റെ ഒരു കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു ഗൾഫിൽ നിന്ന്. അച്ഛൻ്റെ കുറേ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കൂടെ കുറച്ച് പണവും തന്നു പറഞ്ഞു. അത് കേട്ടപ്പോൾ ജയപാലൻ ഒരു അന്താളിപ്പോട് കൂടി നോക്കുവാണ്. പിന്നീട് കാവേരി പറഞ്ഞു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് അങ്കിളുടെ പേരിൽ അച്ഛൻ പൈസയൊന്നും അയക്കുന്നുണ്ടായിരുന്നില്ലേന്ന് ചോദിച്ചു. ഇല്ലായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ. ഓ അങ്ങനെയാണല്ലേ. പക്ഷേ നാരായണൻ അങ്കിൾ വന്നപ്പോൾ പറഞ്ഞ അങ്ങനെയല്ലല്ലോ. അങ്കിൾ വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു പെട്ടിയും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അച്ഛൻ്റെ ഡയറി ഉണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് ആ ഡയറി അങ്ങോട്ട് കാണിച്ചു കൊടുക്കുവാണ്. ഇതിനകത്ത് കൃത്യമായിട്ട് കണക്കുകളും കാര്യങ്ങളൊക്കെ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞു. ജയപാലൻ്റെ മുഖമൊക്കെ അങ്ങോട്ട് മാറി. അപ്പോഴേക്കും പ്രവീണ ചോദിച്ചു, എന്താ ജയപാലേട്ടാന്ന് ചോദിച്ചു. നീ ഒന്നും മിണ്ടാതിരിക്കാൻ പറഞ്ഞു. കണ്ടോ അങ്കിളുടെ പേരിലേക്ക് അച്ഛൻ അയച്ചു കൊടുത്ത പണത്തിൻ്റെ കണക്കുകളും കാര്യങ്ങളും എല്ലാം കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഏത് ദിവസമാണ്, എപ്പോഴാണ്, എങ്ങനെയാന്നൊക്കെ. എന്നിട്ട് അങ്കിള് ഞങ്ങളോട് എന്നാ പറഞ്ഞേ? അച്ഛൻ 3-4 മാസമായിട്ട് പണം അയച്ച് തരുന്നില്ല, അതുകൊണ്ട് വീടിൻ്റെ കുടിശ്ശികയൊന്നും അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലെന്നൊക്കെ. എന്താ അങ്കിളെ കാര്യം? സത്യം പറ അങ്കിളെ, അങ്കിൾ ആ പണം മുക്കുവാണോ ചെയ്തതെന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയപാലൻ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഞാനിതിന് അങ്ങനെ ചെയ്യണം? 1000 രൂപ അവൻ അയച്ചു തന്നിട്ടുണ്ട്, 2000 രൂപ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. വേണ്ട, കൂടുതൽ അങ്കിളൊന്നും പറയണ്ട. നിങ്ങൾ നോക്ക്, തോട്ടം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമായിട്ട് അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ തോട്ടത്തിന് വേണ്ടിയിട്ട് അഡ്വാൻസ് തന്ന പണത്തിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ട്. എന്നിട്ട് അങ്കിൾ എന്താ പറഞ്ഞ്, തോട്ടത്തിന് വേണ്ടിയിട്ട് ഒരു പൈസ പോലും തന്നിട്ടില്ലെന്ന്. എൻ്റെ അച്ഛൻ മരിച്ചു പോയെന്ന് കരുതിയിട്ട് എൻ്റെ അച്ഛനെ പറ്റിക്കാൻ ഇറങ്ങിയിരിക്കുമായിരുന്നല്ലേ. എൻ്റെ അച്ഛൻ എപ്പോഴും പറയായിരുന്നു, എൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരനാ, എൻ്റെ കൂടപ്പിറപ്പ, ഒരുമിച്ച് ഒരു അമ്മയുടെ വെയിറ്റ് ജനിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു നടന്ന് എൻ്റെ അച്ഛനെ വഞ്ചിക്കുക നിങ്ങൾ ചെയ്തല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും ജയപാലൻ പറഞ്ഞു, ഞാൻ ആരെയും വഞ്ചിച്ചിട്ടൊന്നും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ ഈ കണക്കോ കൃത്യമായിട്ട് എൻ്റെ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. ഈ പണമൊക്കെ എവിടെ, അതിൻ്റെ കണക്കുകളും കാര്യങ്ങളും എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. ജയപാലൻ പറഞ്ഞു, എനിക്കറിയില്ല, നിന്റെ അച്ഛനോട് തന്നെ പോയി ചോദിച്ചു നോക്ക്. അതിന് എൻ്റെ അച്ഛൻ ജീവിച്ചിരിപ്പില്ലോ അങ്കിളെ, അതുകൊണ്ടല്ലേ അങ്കിൾ ഇങ്ങനെ കാണിച്ചതെന്ന് ചോദിച്ചു. എനിക്ക് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയേ മതിയാവുള്ളൂ. ഈ തോട്ടത്തിനെന്നും പറഞ്ഞ് അയച്ചേക്കുന്ന പൈസ അതെവിടെ പോയെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ ജയപാലൻ പറഞ്ഞു, നിനക്കെല്ലാം അറിയണോ അല്ലേന്ന് ചോദിച്ചു. അറിയണം, അറിയാതെ ഞാൻ പോകത്തില്ല. എൻ്റെ അച്ഛനെ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഉണ്ടാക്കിയതാ. ഞങ്ങളുടെ മക്കളോടൊപ്പം ഞങ്ങൾ സ്വസ്ഥതയുടെ സമാധാനത്തോടെ കഴിഞ്ഞ ദിവസങ്ങൾ വളരെ ചുരുക്കമാണ്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. കാരണം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അച്ഛൻ അവിടെ പോയി പൊരുവേലത്ത് കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരുന്നേ. ആ അച്ഛന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം വേറെ ആരും കൊണ്ട് തിന്നാനായിട്ട് ഞാൻ അനുവദിക്കില്ല. എനിക്ക് ഈ പണത്തിൻ്റെയൊക്കെ ഉറവിടം അറിഞ്ഞേ മതിയാവുള്ളൂ. അതെവിടെയെന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണമെന്ന് പറഞ്ഞുകൊണ്ട് കാവേരി ദേഷ്യപ്പെടുകയാണ് കിടന്ന്. ജയപാലിന് ആകെപ്പാടെ വല്ലാത്തൊരു ടെൻഷനോട് കൂടി നിൽക്കുകയാണ്. ഒരു കാര്യം മനസ്സിലായി ജയപാലിന്, ഇവിടെ ചില്ലറക്കാരിയല്ല, കള്ളത്തരങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരും, എന്തേലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.